എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം. കാലിക്കറ്റ്, കേരള, കണ്ണൂർ MG യൂണിവേഴ്സിറ്റികളിൽ ഒരു ഡിഗ്രി പ്രവേശനം ആഗ്രഹിച്ച് പ്രവേശനം നേടിയവരുണ്ടാകാം, ഇനി പ്രവേശനം നേടാൻ ബാക്കി നിൽക്കുന്നവരുണ്ടാകാം. ഒഫീഷ്യലി എന്ത് ചെയ്യാണ്? ഡിഗ്രി ക്ലാസ്സുകൾ ജൂലൈ 1 മുതൽ ഡിഗ്രി ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഓക്കെ, വളരെയധികം സന്തോഷമുള്ള വിദ്യാർത്ഥികളുണ്ടാകാം. എന്നാൽ പ്രവേശനം ലഭിക്കാതെ ഇനിയും പ്രവേശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ദുഃഖിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടാകാം. വിഷമിക്കേണ്ട. പ്രവേശനം ലഭിക്കാത്ത വിദ്യാർത്ഥികൾ, ഇതുവരെ പ്രവേശനം ഒരു യൂണിവേഴ്സിറ്റിയിലും കിട്ടാത്ത വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിനൊരു എൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങളോട് വ്യക്തമാക്കുന്നതാണ്. വിദ്യാർത്ഥികൾ, നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കാം. സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബെല്ലേക്കുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തന്നെ വളരെ സുപ്രധാനവും വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. കാലിക്കറ്റ്, കേരള, കണ്ണൂർ MG യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി പ്രവേശനം നേടിയവരായിരിക്കാം. എന്നാൽ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇനി വരും അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരുണ്ടാകും. ഒഫീഷ്യലി ഡിഗ്രി ക്ലാസ്സുകൾ ജൂലൈ 1 ആരംഭിക്കും. പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികൾക്ക് സന്തോഷവും ഉണ്ടാകാം, ദുഃഖവും ഉണ്ടാകാം. പ്രവേശനം ലഭിക്കാത്തവർക്ക് ദുഃഖം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഒരു കോളേജിലും ഒരു കോഴ്സിലും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല. പ്രവേശനം ലഭിച്ചവരെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും തൃപ്തരാണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ഇഷ്ടമുള്ള കോളേജ് കിട്ടാത്തവരുണ്ടാകാം, ഇഷ്ടമുള്ള കോഴ്സ് കിട്ടാത്തവരുണ്ടാകാം, ടെമ്പററി ആയി തുടരുന്നവരുണ്ടാകാം. വാട്ടെവർ, ഡിഗ്രി ക്ലാസ്സുകൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. വിദ്യാർത്ഥികൾ ഒരുപാട് പേർ നമ്മളോട് സങ്കടം പറയുന്നതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ മാസം 7 മാത്രമേ പുറത്തു വരികയുള്ളൂ. അപ്പോൾ ഈ ജൂലൈ മാസം 7 തേർഡ് അലോട്ട്മെൻറ്റ് ചെയ്യുമ്പോൾ ജൂലൈ 1 ക്ലാസ് ആരംഭിച്ചു കഴിഞ്ഞാൽ ക്ലാസ് മിസ്സാവില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ടത്, കേരളത്തിൽ ഒഫീഷ്യലി ജൂലൈ 1 മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തീരുമാനം. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ, ഞാൻ ആദ്യമേ പറഞ്ഞു, എൻ്റെ ജീവിതത്തിലെ ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയാമെന്ന്. ഞാൻ കഴിഞ്ഞ വർഷം 2024 ഡിഗ്രി പ്രവേശനം പോകുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം കിട്ടിയ അലോട്ട്മെൻറ്റ് സമയത്ത് എനിക്ക് സെൽഫ് ഫിനാൻസ് പ്രൈവറ്റ് കോളേജുകളിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത്. ടെമ്പററി അഡ്മിഷൻ എടുത്തു, തുടർന്നുകൊണ്ടിരുന്നു. തേർഡ് അലോട്ട്മെൻറ്റിലും അത് കിട്ടി. ഞാൻ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് ക്യാൻസൽ ചെയ്തു. തേർഡ് അലോട്ട്മെൻറ്റിൽ എനിക്ക് പ്രവേശനം ലഭിച്ച കോളേജ് ക്യാൻസൽ ചെയ്തു. അതോടുകൂടി തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി ഞാൻ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തായി പോവുകയാണ് ചെയ്തത്. എന്നിട്ട് എന്ത് ചെയ്തു? അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്ന് പുറത്തായി. ഡിഗ്രി എന്ന പഠനം ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ് എടുത്തു. ഒരു താല്പര്യമില്ലാതെയാണ് എടുത്തത്. എന്താണ്? സ്പോട്ട് അഡ്മിഷനിൽ യൂണിവേഴ്സിറ്റി പറഞ്ഞിരുന്നു സ്പോട്ട് അഡ്മിഷനിൽ പോകാമെന്ന്, അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്തായവർക്കും സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുക്കാമെന്ന്. ആ ഒരു ആശ്വാസത്തിൽ ഒരു സീറ്റ് അങ്ങ് ബുക്കാക്കിയിരുന്നു. ജൂലൈ 1 കണ്ണൂർ യൂണിവേഴ്സിറ്റി ഉൾപ്പെടെ എല്ലാ യൂണിവേഴ്സിറ്റീസും ജൂലൈ 1 ക്ലാസ്സുകൾ ആരംഭിച്ചു. പക്ഷെ ഞാൻ ക്ലാസ്സുകളിൽ പോയിട്ടില്ല. അതായത് എന്താണ്, അന്ന് ഞാൻ എനിക്ക് പ്രവേശനം ചെയ്തായിരുന്നു. ആദ്യം ഞാൻ ടെമ്പററി അഡ്മിഷൻ എടുത്തു. തേർഡ് അലോട്ട്മെൻറ്റിൽ അത് കിട്ടിയപ്പോൾ എനിക്ക് വീണ്ടും ഇഷ്ടപ്പെടാതെ വന്നപ്പം ഞാൻ അവിടുത്തെ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ മറ്റൊരു കോളേജിൽ പോയിട്ട് മാനേജ്മെൻറ്റായിട്ട് പ്രവേശനം നേടുകയാണ് ചെയ്തത്. അങ്ങനെ കുറേ കഷ്ടപ്പെട്ട് അവസാനം സ്പോട്ട് അഡ്മിഷനിൽ ഒരു ഗവൺമെൻറ് കോളേജ് എനിക്ക് സീറ്റ് ലഭിക്കുകയാണ് ചെയ്തത്. ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെൻറ് കോളേജിൽ ഒരു സീറ്റ് ലഭിക്കാൻ കുറേ കടന്ന് കളിച്ചു. സത്യം പറഞ്ഞാൽ കുറേ കളിച്ചു. കാരണം എന്താണ്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്തു. കാരണം കുറേ മെനക്കെട്ടിൻ്റെ ബലം എന്ന് തന്നെ പറയാം. അവസാനം ഗവൺമെൻറ് കോളേജിൽ കിട്ടി. കാരണം ഒരുപാട് നടന്നു. കാരണം ആദ്യം ഒരു കോളേജിൽ പ്രവേശനം ലഭിച്ചു, അവിടെ ഫീസ് അടച്ചു, യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു. രണ്ടാം അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ടെമ്പററി പോയി എടുത്തു. മൂന്നാം അലോട്ട്മെൻറ്റിൽ അതേ കോളേജ് ലഭിച്ചപ്പം അത് എനിക്ക് വേണ്ടാതെ ഞാൻ TC പിൻവലിച്ചു. ശേഷം മറ്റൊരു കോളേജിൽ പോയി മാനേജ്മെൻറ്റായിട്ട് കയറി. പിന്നെ സ്പോട്ട് അഡ്മിഷനിൽ ഈ ഒരു ഗവൺമെൻറ് കോളേജ് കിട്ടി. ഇപ്പോൾ വീണ്ടും ആ മാനേജ്മെൻറ്റായിട്ട് ചേർന്ന കോളേജിൽ പോയിട്ട് TC ഇഷ്യൂ ചെയ്തു. എന്നിട്ട് ഗവൺമെൻറ്റിൽ പോയി ചേർന്നു. ചുരുക്കി പറഞ്ഞാൽ കുറേ കളി കളിച്ചിട്ടാണ് ഒരു ഗവൺമെൻറ് കോളേജിൽ സീറ്റ് കിട്ടിയത്. അതുമാത്രമല്ല,
അന്ന് ജൂലൈ 1 ക്ലാസ്സുകൾ ആരംഭിച്ചു. ഇത് ഈ വർഷത്തെ പോലെ തന്നെ കഴിഞ്ഞ വർഷവും ജൂലൈ 1 ക്ലാസ്സുകൾ ആരംഭിച്ചു. ഞാൻ ഈ കണ്ണൂർ എന്നെടുത്ത് പറഞ്ഞതിന് കാരണം ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ യൂണിവേഴ്സിറ്റിയും ജൂലൈ 1 ആരംഭിച്ചത്. കാലിക്കറ്റ് ആയാലും കേരള ആയാലും MG ആയാലും അതുപോലെ തന്നെ കാലിക്കറ്റ് ആയാലും കേരള ആയാലും കണ്ണൂരായാലും MG ആയാലും ഒക്കെ വാട്ടെവർ. അപ്പോൾ ഞാൻ ക്ലാസ്സിൽ പ്രവേശിക്കുന്നത് ജൂലൈ 25 മുതലാണ്. ജൂലൈ 25-നാണ്. 24-നാണ് ഞാൻ എന്നെ 23-ന് എന്നെ കോളേജിൽ നിന്ന് അധ്യാപകർ വിളിച്ചു. സ്പോട്ട് അഡ്മിഷനിൽ നിന്ന് വിളിച്ചു, വന്ന് കയറിക്കൊള്ളാൻ പറഞ്ഞു. 24-ന് കോളേജിൽ പോയി പ്രവേശനം നേടി. ശേഷം ജൂലൈ 25 മുതലാണ് ഞാൻ കോളേജിൽ പോകുന്നത്. ഞാൻ കോളേജിൽ ചെന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, അധികം പഠിപ്പിച്ച് തുടങ്ങിയിട്ടില്ല. കാരണം എന്താണ്, ജൂലൈ 1-ന് ഒഫീഷ്യലി ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോലും ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ കാര്യമായ രീതിയിലുള്ള പഠിപ്പീരോ കാര്യങ്ങളോ ഒന്നും കാണുകയില്ല. കാരണം കോളേജുകൾ അധികം എന്ത് ചെയ്യില്ല, ജൂലൈ 1-ന് ക്ലാസ് തുടങ്ങുമെന്ന് പറഞ്ഞ് പേടിക്കണ്ട. ഇപ്പം ജൂലൈ 1-ന് അന്നും ക്ലാസ് തുടങ്ങിയിരുന്നു. ഞാൻ കയറുന്നത് ജൂലൈ 25-നാണ്. ചുരുക്കി പറഞ്ഞാൽ എന്താണ്, നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റി ആയാലും 6 വിഷയങ്ങളാണ് പഠിക്കാനുള്ളത്. മിനിമം ഒരു 2 പാഠങ്ങൾ തീർക്കാൻ, മിനിമം ഒരു ഡിഗ്രിക്ക് ചാപ്റ്റർ വൈസ് അല്ല, മൊഡ്യൂൾ വൈസ് ആണ്, സിലബസ് ആണ്. അപ്പോൾ ഈ 25 ദിവസം കൊണ്ട് ഇപ്പം നിങ്ങൾക്ക് ഒരു വിഷയത്തിൽ മിനിമം 4 അല്ലെങ്കിൽ 5 മൊഡ്യൂളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ 25 ദിവസം കൊണ്ട് പറയുകയാണെങ്കിൽ എന്താണ്, എല്ലാ വിഷയത്തിൽ നിന്നും 6 വിഷയത്തിൽ നിന്നും ഒരു മൊഡ്യൂൾ വീതം തീർക്കാനുള്ള സമയം 25 ഉണ്ട്. ആ 25 ദിവസം കൊണ്ടുണ്ട്. അപ്പം നേരാമാർഗം 1-ാം തീയതി മുതൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ എന്താണ്, എല്ലാ വിഷയത്തിൻ്റെയും ഒരു മൊഡ്യൂൾ വീതം, 4 മൊഡ്യൂൾ വെച്ചാണ് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് +2 പോലെ ടെക്സ്റ്റ് ബുക്കോ കാര്യങ്ങളോ ഒന്നും, നിങ്ങൾക്ക് സിലബസ് 4 മൊഡ്യൂൾ അല്ലെങ്കിൽ 5 മൊഡ്യൂളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. സെമസ്റ്റർ വൈസ് ആണ്. +2-ൽ വർഷത്തിൽ ഒരു മെയിൻ എക്സാമേ ഉണ്ടായിരുന്നുള്ളൂ. +2-ൽ വർഷത്തിൽ ഒരു മെയിൻ എക്സാം ആയിരുന്നു. എന്നാൽ ഡിഗ്രിക്ക് വർഷത്തിൽ 2 മെയിൻ എക്സാമാണത്. 6 മാസം കൂടുമ്പോൾ. 6 മാസമാണ് ഒരു സെമസ്റ്റർ ഉള്ളത്. പക്ഷേ 6 മാസം കിട്ടുമൊന്നുമില്ല. ഏറിപ്പോയാൽ 5 മാസം, അതിലപ്പുറം പോകില്ല. ചിലതൊക്കെ 4 മാസം കൊണ്ട് സെം അവസാനിക്കും, പരീക്ഷ നടത്തും. വാട്ടെവർ. അപ്പോൾ ആ 25 ദിവസം കൊണ്ട് വേണമെങ്കിൽ എല്ലാ വിഷയത്തിനും, ഈ 6 വിഷയത്തിൻ്റെയും ഒരു മൊഡ്യൂൾ വെച്ച് എന്ത് ചെയ്യായിരുന്നു, തീർക്കാമായിരുന്നു. പക്ഷേ എന്താണ്, വളരെ 3-4 പേജല്ലാതെ കാര്യമായ രീതിയിലൊന്നും എന്ത് ചെയ്തിട്ടില്ല, ക്ലാസ്സുകൾ തുടങ്ങിയിട്ടില്ല. 25 ആയിട്ടും. അതും ഞാൻ ചെന്നപ്പോൾ എക്കണോമിക്സ് എന്നൊരു വിഷയത്തിന് മാത്രമാണ് 3-4 പേജായത്. ബാക്കിയുള്ള ഞാൻ മൈനറായിട്ട് എടുത്തത് ഹിസ്റ്ററി, പൊളിറ്റിക്സ്, സെക്കൻഡ് ലാംഗ്വേജ് മലയാളമാണ്, പിന്നെ ഇംഗ്ലീഷ് എന്ന വിഷയമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒന്നും കാര്യമായ രീതിയിലുള്ള ക്ലാസ്സുകൾ തുടങ്ങിയിട്ട് കൂടിയില്ല. ഹിസ്റ്ററി, പൊളിറ്റിക്സ് ഒന്നും സ്റ്റാർട്ടായിട്ട് പോലും, ഞാൻ ചെന്ന് കഴിഞ്ഞതിന് ശേഷമാണ് അതൊക്കെ സ്റ്റാർട്ടാകുന്നത് തന്നെ. അതിന് മാഷുമാർ വരുന്നതും സ്റ്റാർട്ടാകുന്നതൊക്കെ. അപ്പോൾ ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിക്കും, എൻ്റെ ക്ലാസ്സുകൾ നഷ്ടമാകും എന്നോർത്താരും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല. കാരണം ജൂലൈ 1-ന് ഒഫീഷ്യലി ക്ലാസ്സുകൾ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് എന്താണ്, ഒരു 2-3 ആഴ്ചയൊന്നും പഠിപ്പിക്കുകയില്ല. അത് കഴിഞ്ഞ് മാത്രമേ കാരണം എന്തുകൊണ്ടാണ് ഈ 2-3 ആഴ്ച പഠിപ്പിക്കാതിരിക്കുന്നത്? കാരണം ജൂലൈ 1-ന് ഇപ്പോൾ ക്ലാസ്സുകൾ ആരംഭിക്കാനുള്ള സംഗതി എന്ന് വെച്ചാൽ, മിക്ക യൂണിവേഴ്സിറ്റികളും MG യൂണിവേഴ്സിറ്റി ഒഴികെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിലും 2 അലോട്ട്മെൻറ്റുകൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഈ 2 അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ കോളേജുകളിൽ വിദ്യാർത്ഥികൾ ജൂലൈ മാസം 1 മുതൽ എത്തും. അതിൽ വളരെ ചുരുക്കം പേർ മാത്രമാണ് പെർമനൻ്റ് ആയിട്ട് ജോയിൻ ചെയ്തവരുള്ളൂ. ഇനിയും അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ കടക്കുന്നുണ്ട്. 2-ാം അലോട്ട്മെൻറ്റിന് ശേഷം ഇഷ്ടമില്ലാത്ത കോളേജ് കിട്ടിയവരുണ്ട്, ഇഷ്ടമില്ലാത്ത കോഴ്സ് കിട്ടിയവരുണ്ട്, ടെമ്പററി എടുത്ത് തുടരുന്നവരുണ്ട്. അപ്പോൾ എന്ത് ചെയ്യില്ല, ക്ലാസ് എടുത്ത് തുടങ്ങിയില്ല. കാരണം എന്താണ്, ടെമ്പററി ആയിട്ട് എടുക്കുന്നവരെ വന്ന വിദ്യാർത്ഥികൾക്ക് വെച്ച് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ 1 ആഴ്ച 2 ആഴ്ച കഴിയുമ്പോൾ, അടുത്ത അലോട്ട്മെൻറ്റ് വരുമ്പോൾ അല്ലെങ്കിൽ സ്പോട്ട് അഡ്മിഷൻ വരുമ്പോൾ അവരെന്ത് ചെയ്യും, മറ്റ് കോളേജുകളിലേക്കും അല്ലെങ്കിൽ അതേ കോളേജിലെ മറ്റേതെങ്കിലും കോഴ്സുകളിലേക്കൊക്കെ അവർ പോകും. അതുകൊണ്ട് തന്നെ എന്താണ്,
എല്ലാം ഒന്ന് സെറ്റായി വരുമ്പോൾ മാത്രമേ ഇവർ നേരാമാർഗം ക്ലാസ് എടുത്ത് തുടങ്ങിയുള്ളൂ. അതാണ്. പിന്നെ അതുപോലെ തന്നെ കുറേ പേര് ടെമ്പററി എടുത്ത് നിൽക്കുന്നവരുണ്ട്. ഇനി കുറേ പേര് ക്ലാസ്സുകളിലേക്ക് വരാൻ നിൽക്കുന്നവരുണ്ട്. അതായത് അലോട്ട്മെൻറ്റ് കിട്ടാതെ ഇനി മറ്റ് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ MG യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ഒഴികെ ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസും രണ്ടാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി മാത്രമാണ് തേർഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞത്. ബാക്കി എല്ലാ യൂണിവേഴ്സിറ്റീസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും രണ്ടാം അലോട്ട്മെൻറ്റ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് കിടക്കുന്നുണ്ട്. ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. എങ്ങനെ പോയാലും ഒരു മാസം കൂടി, ഒരു 1.5 മാസം നീണ്ടുപോകാനുള്ള പ്രൊസീജിയർ ഇനിയും ബാക്കി കിടപ്പുണ്ട്. അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റ് ജൂലൈ 7-നാണ്. അത് കഴിഞ്ഞ് ലേറ്റ് രജിസ്ട്രേഷൻ ഉണ്ട്, വൈകിപ്പോയവർക്ക് വേണ്ടി അപേക്ഷിക്കാൻ. ഇതെല്ലാം കഴിയുമ്പോൾ സ്പോട്ട് അഡ്മിഷനുമുണ്ട്. MG യൂണിവേഴ്സിറ്റിക്കും ഉണ്ട് സ്പോട്ട് അഡ്മിഷൻ. ഇപ്പം സ്പെഷ്യൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വിളിക്കുകയാണ് ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാത്തവർക്ക്. അത് കഴിയുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ വരെയുണ്ട്. ഇനി കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ അവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഉണ്ട്. അത് കഴിഞ്ഞ് സ്പോട്ട് അഡ്മിഷൻ ഉണ്ട്. മിനിമം എല്ലാ യൂണിവേഴ്സിറ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിലും ഒരു 1.5 മാസം അലോട്ട്മെൻറ്റ് നടപടിക്രമങ്ങൾ ഇനിയും പോകാനുള്ള വകയുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഒരു 2 ആഴ്ച 3 ആഴ്ച കഴിയാതെ ക്ലാസ്സുകൾ പാഠത്തിലേക്ക് കടക്കുകയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഞാൻ പറഞ്ഞ പോലെ പെർമനൻ്റ് ആയിട്ട്, അതായത് സ്ഥിര നിയമനം നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. കാരണം രണ്ടാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതേ ഉള്ളൂ മിക്ക യൂണിവേഴ്സിറ്റികളിലും. ഇപ്പോൾ MG യൂണിവേഴ്സിറ്റിയിൽ മാത്രം 3-ാം അലോട്ട്മെൻറ്റ് കഴിഞ്ഞതോടുകൂടി കിട്ടിയ സീറ്റ് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും പെർമനൻ്റ് ആവണം. കിട്ടിയ സീറ്റ് കുട്ടിക്ക് ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി 3-ാം അലോട്ട്മെൻറ്റോടുകൂടി പെർമനൻ്റ് ആവണം. MG യൂണിവേഴ്സിറ്റിയിൽ മാത്രമാണ് കുറച്ചധികം വിദ്യാർത്ഥികൾ പെർമനൻ്റ് എടുത്തിട്ടുണ്ടാവുള്ളൂ. കാരണം ബാക്കി കാലിക്കറ്റ്, കേരള, കണ്ണൂർ യൂണിവേഴ്സിറ്റികളിൽ ടെമ്പററി ആയിട്ട് തുടരുന്നവർ തന്നെയായിരിക്കും കൂടുതൽ. കാരണം ഇനി ടെമ്പററി ആയിട്ട് തുടരുന്നവരുണ്ട്. കുറേ പേര് അഡ്മിഷൻ ലഭിക്കാതെ ഇപ്പോഴും പട്ടികയ്ക്ക് പുറത്ത് കിടക്കുന്നവരും, അതായത് അലോട്ട്മെൻറ്റ് കിട്ടാതെ നിൽക്കുന്നവരുണ്ട്. അപ്പോൾ എന്താണെങ്കിലും 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞിട്ടേ ക്ലാസ് തുടങ്ങുള്ളൂ. ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിക്കുമ്പോൾ എന്താണ് ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിച്ചാൽ പോലും അധികം കാര്യങ്ങളൊന്നും പഠിപ്പിക്കില്ല. പക്ഷേ ഒഫീഷ്യലി ജൂലൈ 1-ന് ഒഫീഷ്യലി എന്ത് ചെയ്യുവാണ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഓർഡർ പ്രകാരം ഒഫീഷ്യലി ജൂലൈ 1-ന് ക്ലാസ്സുകൾ ആരംഭിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. എന്താണെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നതിന് മൈ നെയിം ഈസ് കൃത, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.